ചെമ്പനിപ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. രേവതി ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വരുവാണ്. രേവതിയെ കണ്ട ഉടനെ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു നീ കടയിലേക്ക് വരൂ എന്നുള്ള കാര്യം. അമ്മ ഞാൻ കടയുടെ അടുത്തേക്ക് തന്നെ വന്നത്, പക്ഷെ അമ്മയെ അവിടെ കാണാത്തത് കൊണ്ട് ഇവിടെ വന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. ദേവു എവിടെ അമ്മേ? ദേവു പോയോന്ന് ചോദിക്കുമ്പോ അവൾ ഇപ്പൊ പോയതേ ഉള്ളൂ. ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് ലക്ഷ്മി പോകുമ്പോഴേക്കും വേണ്ട അമ്മേ, ചായ ഒന്നും വേണ്ട, ശരത്ത് ക്ലാസ്സിന് പോയോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ലക്ഷ്മിയുടെ മുഖം അങ്ങ് വാടുന്നുണ്ട്. എന്താ അമ്മേ പ്രശ്നം? അമ്മ എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്താ കാര്യം? രേവതി, എനിക്ക് ശരത്തിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഭയങ്കര ഭയം തോന്നുന്നുണ്ട്. അവന്റെ കൂട്ടുകെട്ടുകളൊന്നും ഒട്ടും ശരിയല്ല. എന്താ അമ്മേ, അവൻ ഇപ്പോഴും ആ ആന്റണിയുടെ കൂടെ ചുറ്റിക്കറങ്ങുന്നതാണോ? അവന്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അമ്മേ. എന്തായാലും പഠിപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ ആ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചോളൂ. അതിന് രേവതി, അവൻ പഠിപ്പ് മുഴുവനാക്കണ്ടേ? അമ്മയല്ലേ പറഞ്ഞത് അവൻ ഗ്രൂപ്പ് സ്റ്റഡിക്കൊക്കെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം. അവൻ ശരിക്കും പഠിക്കാൻ തന്നെ പോകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് രേവതി. അവന്റെ പോക്ക് തന്നെ ശരിയല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവൻ എന്താണ് അമ്മ ചെയ്തത്? അവൻ തെറ്റായ വഴിക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. നിന്റെ മനസ്സ് വേദനിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാള് നിന്റെ അടുത്ത് പറയാണ്ടിരുന്നത്. അമ്മ കാര്യം എന്താണെങ്കിലും പറയാൻ വേണ്ടി രേവതി പറയുന്നുണ്ട്. ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞിട്ട് പുറത്തു പോയിട്ടാണ് അവൻ താമസിക്കുന്നത്. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വരുന്നതും. ഇന്നലെ ഞാൻ അവന് ഷർട്ട് എടുത്തിട്ട് അലക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അതിനകത്ത് സിഗരറ്റിന്റെ കുറ്റി ഉണ്ടായിരുന്നു. എന്താ അമ്മ പറയുന്നത്? അപ്പോ ശരത്ത് സിഗരറ്റ് വലിക്കുന്നുണ്ട് എന്നാണോ? അങ്ങനെ തന്നെയാണ് രേവതി എനിക്കും തോന്നുന്നത്. ഞാൻ വിചാരിച്ച് ആ ആന്റണിയുടെ കൂടെയുള്ള ചുറ്റിക്കറക്കം മാത്രമേ ഉള്ളൂ എന്നാണ്. ബാക്കി എല്ലാ കാര്യത്തിലും അവൻ നീറ്റാണെന്നാണ്. പക്ഷേ ഇങ്ങനെ കുട്ടിച്ചോറായിട്ടാണോ അവൻ നടക്കുന്നത്? ഇതിനെല്ലാം കാരണം ആ ആന്റണി ഒറ്റൊരുത്തനാണ്. അമ്മയ്ക്ക് ശരത്തിനെ വിളിച്ചിട്ട് 4 പൊട്ടിച്ചങ്ങ് കൊടുത്തുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഞാൻ അവനെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവനൊന്നും മിണ്ടാതെ ഇവിടുന്ന് ഇറങ്ങി പോവുക ചെയ്തത്. ഇങ്ങനെ സിഗരറ്റിൽ നിന്ന് ആരംഭിച്ചിട്ട് അവസാനം അവനൊരു കുടിയനായിട്ട് മാറുമോ എന്നുള്ള ഭയമാണ് എനിക്കുള്ളത്. നിന്റെ അച്ഛൻ നാൾ മുഴുവൻ നിന്നിട്ട് പണിയെടുത്താലും ഇന്ന് വരെ ഒരു ചീത്ത ശീലത്തിനും പോയിട്ടില്ല. പക്ഷെ ഇവൻ എന്താ ഇങ്ങനെയെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. രേവതി, നീ ശരത്തിന്റെ അടുത്ത് ഒന്ന് സംസാരിക്കണം. നീ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും കേൾക്കും. അവന്റെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ ഒരു കാര്യമില്ല. ആ ആന്റണിയുടെ അടുത്ത് ചെന്നിട്ട് 4 വർത്താനം പറയണം. അവന് പറയേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ എല്ലാം വേണ്ടെന്ന് വെപ്പിച്ചോളൂ. രേവതി, അവൻ തന്നെ ഒരു ഗുണ്ടയാണ്. നീ അവനെ ഒന്നും പോയിട്ട് കാണാൻ വേണ്ടി നിൽക്കണ്ട. ഇല്ല അമ്മേ, ഇങ്ങനെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ശരത്തിന്റെ ജീവിതം തന്നെ നശിപ്പിക്കും. ഇന്ന് ഞാൻ അവനെ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ള കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് രേവതി പോകുമ്പോ വേണ്ട എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി തടയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ രേവതി അവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മുടെ ശ്രുതി നവീനെ കാണാൻ വേണ്ടിട്ട് പോവാണ്. നവീനാണെങ്കിൽ ശ്രുതിയും അതുപോലെ മീരയും കൂടിയാണല്ലോ ഒരുമിച്ച് വരുന്നത്. നിന്റെ അടുത്ത് ഒറ്റയ്ക്ക് വരാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ബാങ്ക് മാത്രമല്ല പെട്ടിക്കടയും കൂടി കൂട്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ മര്യാദയ്ക്ക് സംസാരിച്ചോണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കുന്നൊക്കെ മീര അങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ എന്താടാ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്? എന്റെ മകന്റെ അടുത്തേക്ക് പോവാൻ മാത്രമൊക്കെ ആയോ? അവന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെടുന്ന സമയത്ത് മകനോടുള്ള സ്നേഹം അല്ലേ എനിക്കുണ്ടായിരുന്നു, ഭാര്യയും കുട്ടിയും ഒക്കെ. പക്ഷെ അവരെ നീയല്ലേ തുരത്തി കളഞ്ഞത്. ഇത് കേട്ട മീര പറയുന്നുണ്ട്, നിന്നെ പോലെ ഒരു പെറുക്കിയുടെ കൂടെ ജീവിക്കരുതെന്ന് വിചാരിച്ചിട്ട് അവര് തന്നെ ഓടിപ്പോയതല്ലേ. ഇത്രയും നാൾ ഞാൻ സഹിച്ചിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. പക്ഷെ ഇനി നീ എന്റെ മകന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റൊന്നും നോക്കില്ല. നിന്നെ ഞാൻ തന്നെ കൊന്നിട്ട് ജയിലിൽ പോകും. കല്യാണി, നീ എന്തിനാ ടെൻഷനാവുന്നത്? അല്ലെങ്കിലും ഞാൻ നിന്റെ പയ്യനെ എന്ത് ചെയ്യാനാണ്? എനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിന്നെ ഞാൻ ശല്യം ചെയ്യില്ല. എടാ, നീ എല്ലാ മാസവും പിച്ചെടുക്കുന്നത് പോലെ വന്നിട്ട് മേടിച്ചിട്ട് പോകുന്നില്ലേ? അതിന് ഇപ്പൊ കുറച്ചു മാസങ്ങളായിട്ട് വരാൻ വേണ്ടി പറ്റിയില്ലല്ലോ. ഒരു ചെറിയ കേസിന് എനിക്ക് അകത്ത് പോകേണ്ടി വന്നു. അത് കേട്ടിട്ട് മീരയും അതുപോലെ തന്നെ ശ്രുതി മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ഇവരൊപ്പിച്ച പണിയാണല്ലോ. ഒരുത്തൻ എന്നെ അടിച്ചിട്ട് പോയി. പക്ഷെ എന്തിനാണ് അടിച്ചതെന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശരി, അതൊക്കെ വിട്ടേക്ക്, അതല്ല എന്റെ പ്രശ്നമാണ്. നീ എന്തിനാണ് ഇപ്പോ എന്റെ പയ്യനെ വെച്ചിട്ട് വിരട്ടിയിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്? ഞാന് വിരട്ടാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് ഞാൻ ചെയ്ത് കാണിക്കും. നിന്റെ ഭാവി എന്റെ കയ്യിലാണുള്ളത്. നിന്റെ ജാതകത്തിൽ എന്ത് വേണമെങ്കിലും എഴുതിയിരിക്കാം. പക്ഷെ നിന്റെ ഭാവിയിൽ എന്ത് സംഭവിക്കണം സംഭവിക്കണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട വില്ലന്മാരെ മാതിരി. അതിനുള്ള കഴിവൊന്നും നിനക്കില്ല. നീ എന്തായാലും വീണ്ടും പിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നിരിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ പറയുന്നത് മീര പറയുന്നുണ്ട്. ഇത് നോക്ക് കല്യാണി, എനിക്കങ്ങനെ മേലണങ്ങിയിട്ട് ഒരു ജോലി എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. എന്തായാലും ബുദ്ധിയുണ്ട്. സ്മാർട്ട് വർക്കിലൂടെ തന്നെ എന്റെ കയ്യിൽ എങ്ങനെ പണം എത്തിക്കണം എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല, ഞാൻ ജയിലിൽ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ ആരും എനിക്ക് ജോലിയും തരില്ല. പിന്നെ എന്റെ ഇപ്പോഴത്തെ ഭാര്യയാണെങ്കിൽ നാട്ടിലുണ്ട്. ഞാൻ ജയിലിൽ പോയി വന്ന കാര്യമൊന്നും അവൾക്കറിയില്ല. സിംഗപ്പൂർ പോയിട്ട് വന്നു എന്നുള്ള കാര്യമാണ് ഞാൻ
അവളടുത്ത് പറഞ്ഞത്, നീ മലേഷ്യയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ സിംഗപ്പൂരിൽ നന്നായിട്ട് സമ്പാദിച്ചു എന്നുള്ള കാര്യം പറഞ്ഞത്. ഇപ്പൊ തിരികെ ഞാൻ നാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് സമ്പാദിച്ച പണമൊക്കെ എവിടെയെന്ന് ചോദിക്കില്ലേ. അതുമാത്രമല്ല അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാന്നുള്ള കാര്യവും പറഞ്ഞു. ഇവിടെ എന്തായാലും ജയിലിൽ പോയത് കൊണ്ട് എനിക്ക് വാടകയ്ക്ക് വീടൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ അപ്പാർട്ട്മെന്റ് മേടിക്കാന്നാ വിചാരിച്ചത്. ഒരു 30 ലക്ഷം രൂപ വരും. നീ എന്തായാലും 10,000 രൂപ എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും മാസം അങ്ങനെ പിച്ചെടുക്കുന്ന രീതിയിൽ വരില്ല. ഒരു ഫൈനൽ സെറ്റിൽമെന്റ് 30 ലക്ഷം രൂപ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് എല്ലാം അവസാനിക്കും. നീ ആരുടെ കൂടെ വേണമെങ്കിലും ജീവിച്ചു എന്ന് പറയുമ്പോഴേക്കും എടാ എന്ന് പറഞ്ഞ് വിളിക്കേണ്ട ശ്രുതി. അല്ല, നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. 30 ലക്ഷം രൂപ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ശല്യം ചെയ്യാൻ വേണ്ടി വരില്ല. എന്താണ്, പണം കായ്ക്കുന്ന മരത്തിന് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കാനാണോ എന്റെ പണി? 30 ലക്ഷം രൂപയ്ക്ക് ഞാൻ എവിടെയാ പോവാ? നിന്റെ ഭർത്താവ് വലിയ ബിസിനസ്മാൻ അല്ലേ? ഇത് നോക്ക്, ഓൾറെഡി നീ കടയിൽ നിന്ന് എടുത്തോണ്ട് പോയ സാധനത്തിന് മാസം മാസം ഞാന് പണം അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വന്നിട്ട് 30 ലക്ഷം രൂപ ചോദിക്കുന്നു. അത് ആവശ്യമുള്ളത് കൊണ്ടല്ലേ കല്യാണി? ഇത് നോക്ക്, എനിക്കൊരിക്കലും നിനക്ക് വേണ്ടിയിട്ടുള്ള കാശ് തരാനൊന്നും പറ്റില്ല. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയുന്നിടത്ത് പറഞ്ഞിട്ട് നിനക്ക് വേണമെങ്കിൽ ഒരു ജോലി മേടിച്ചു തരാം. ചേച്ചി, അങ്ങനെ ജോലിക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ഇഷ്ടമല്ലേ എന്നുള്ള കാര്യം മീന ചോദിക്കും. അപ്പൊ അധ്വാനിച്ച് ജീവിക്കുന്നതിനോട് നിനക്ക് ഒരു താല്പര്യമില്ല അല്ലേ? ഇല്ല, എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം ഞാൻ പണം ചോദിക്കുന്ന സമയത്തൊക്കെ തരാൻ വേണ്ടിയിട്ട് ATM മെഷീനല്ലേ ഈ നിൽക്കുന്നത്. കല്യാണി, എനിക്ക് 30 ലക്ഷം രൂപ മൊത്തമായിട്ട് തന്നേക്ക്. അതോടുകൂടി നമ്മുടെ ഡീൽ അവസാനിപ്പിക്കാം. എടി, ഇവന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് എന്തായാലും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാന്ന് മീര പറയുന്നത് കേൾക്കുമ്പോൾ, പോലീസല്ലേ, പോയിട്ട് നിങ്ങൾ എന്തായാലും കംപ്ലൈന്റ് ചെയ്തോളൂ. എന്ത് കംപ്ലൈന്റാ കൊടുക്കാൻ വേണ്ടി പോകുന്നത്? ഞാനൊരു കുടുംബത്തെ പറ്റിച്ചിട്ട് ജീവിക്കുന്നതിന് ഇവൻ മിരട്ടി പണം മേടിക്കുന്നു എന്നോ? ഇത് നോക്ക് കല്യാണി, പണം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ പോകും. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിനുള്ളിൽ വന്ന് നിൽക്കും. അവിടെ ചെന്നിട്ട് നിന്റെ പുരാണങ്ങളെല്ലാം ഞാൻ പാടും. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എന്റെ കയ്യിൽ പണം ഇല്ല. ഇല്ലെങ്കിൽ നീ എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്യാനുള്ള വഴി നോക്ക്. നീ ഭയങ്കര ബുദ്ധിശാലിയല്ലേ? ഒരു കുടുംബത്തെ മൊത്തത്തിൽ ടാക്കിൾ ചെയ്തുകൊണ്ട് നടക്കുമല്ലേ നീ ഒരു വർഷമായിട്ട്. അപ്പോ ഇതൊക്കെ നിനക്ക് സാധാരണ വിഷയം പോലെ ആയിരിക്കും. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതി. 2 ദിവസത്തെ സമയം തരാം, എങ്ങനെങ്കിലും പണം അറേഞ്ച് ചെയ്യാനുള്ള വഴി നോക്ക് എന്ന് പറഞ്ഞ് നവീൻ അങ്ങ് പോവാണ് കേട്ടോ. പോകുന്ന വഴി ഏതെങ്കിലും വണ്ടി ഇടിച്ച് ചത്താ മതിയായിരുന്നു എന്നൊക്കെ മീര പ്രാകുന്നുണ്ട്. തുടർന്ന് ശ്രുതിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഇവൻ എന്താണ് ബാങ്കിൽ വന്ന് ലോൺ ചോദിക്കുന്നത് പോലെ നിന്റെ അടുത്ത് 30 ലക്ഷം രൂപ ചോദിക്കുന്നത്? ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പോരാത്തതിനാണ് ഇവന്റെ ഓരോ കാര്യങ്ങൾ. ഇനിയിപ്പോ ഇവൻ എന്താണ് ചെയ്യാ? ഇതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, പോയിട്ട് ആന്റണിയെ കാണണം. ആന്റണിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ, അവനാണല്ലോ ഇവന് ജയിലിലേക്ക് അയച്ചത്. അപ്പോ അവന് മാത്രമേ ഇവൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അവനെ വെച്ചിട്ട് ഇവന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കണം. അത് കഴിഞ്ഞ് ആന്റണിയുടെ അവിടെയാണ് കാണിക്കുന്നത്. കൂടെയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ പണം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ആന്റണി, ഇത് കാശ് കുറഞ്ഞു വരുന്നുണ്ടല്ലോടാ, നീ പോയിട്ട് ശരത്തിനടുത്ത് വരാൻ വേണ്ടി പറയുന്നു. ആന്റണി പറയുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി കയറി വരുന്നത്. എന്തിനാടാ, അവന്റെ ജീവിതം നശിപ്പിക്കാനാണോ എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് രേവതിയുടെ അടുത്ത് ഉള്ളിലേക്ക് കയറരുതെന്ന് പറഞ്ഞിട്ടും പറഞ്ഞത് കേൾക്കാതെ കയറി വന്നതാണ് എന്നുള്ള കാര്യം കൂടെയുള്ള അവൻ പറയുന്നുണ്ട്. അതിനെന്താടാ, നമ്മുടെ ചേച്ചിയല്ലേ, അത് വിട്ടേക്ക്, ചേച്ചി അവിടെ ഇരിക്കുന്നൊക്കെ ആന്റണി പറയുന്നുണ്ടെങ്കിലും രേവതി ദേഷ്യത്തോടു കൂടി ചീ നിർത്തടാ. ഇതുപോലെ നല്ല പിള്ള ചമച്ചിട്ടല്ലടാ നീ ശരത്തിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചി എന്തിനാ എപ്പോ നോക്കിക്കഴിഞ്ഞാലും ഇതേ കാര്യം തന്നെ പറയുന്നത്? അവനും ഞാൻ നല്ല ഫ്രണ്ടാണെന്ന് ആന്റണി പറയുന്നുണ്ട്. അതെ, നിന്നെ പോലത്തെ ഒരുതനെ കിട്ടിയത് കൊണ്ടാണ് അവന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനെ നാശമായിട്ട് പോകുന്നത്. അവന് ഞാൻ ജോലി കൊടുത്തിട്ട് മാസം മാസം വരുമാനം വരുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഞാനാണോ അവന്റെ ജീവിതം നശിപ്പിക്കുന്നത്? കാശ് കൊടുത്തു കഴിഞ്ഞാൽ നീ വലിയ ഉത്തമനാണെന്നാണോ വിചാരം? ഇപ്പോ അവനാണെന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കാനൊക്കെ തുടങ്ങി. അതിനിപ്പോ എന്താ, സിഗരറ്റ് വലിക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ അവ മോശപ്പെട്ടവനാവുന്നുള്ള കാര്യം തോന്നുന്നുണ്ടോന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. നിർത്തടാ, അവനൊരു ചെറിയ പയ്യനല്ലേ, അവന്റെ ജീവിതമല്ലേടാ നീ നാശമാക്കാൻ വേണ്ടി നോക്കുന്നത്. എപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇവിടെ വന്നിട്ട് ഒച്ചെടുക്കലാണോ നിങ്ങളുടെ പരിപാടി? ഫ്രണ്ടിന്റെ ചേച്ചിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഞങ്ങൾ എന്താ അവന്റെ വായിൽ സിഗരറ്റ് വെച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്? അവന്റെ അടുത്ത് പോയി ചോദിക്കുക, അവൻ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താന്ന്. എന്നിട്ട് അവന്റെ അടുത്ത് പറഞ്ഞ് സംസാരിക്കുക. അല്ലാതെ ഇവിടെ വന്നിട്ടല്ല കിടന്ന് ഒച്ചയെടുക്കേണ്ടത്. എടാ, എന്റെ അനിയൻ നല്ലവൻ തന്നെയായിരുന്നു. എന്റെ അച്ഛനും അമ്മയും അവനെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ വളർത്തിയതും. നിന്റെ കൂടെ ചേർന്നതിന് ശേഷമാണ് അവൻ ഇങ്ങനെ നാശമായി പോകുന്നത്. നിന്റെ കൂടെ വന്നതിന് ശേഷമാണ് അവൻ ഇങ്ങനെ മോശമായി പോയത്. അങ്ങനെ മോശമാവണ്ട എന്നുണ്ടെങ്കിൽ അവനെ എടുത്ത് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്ക്. അങ്ങനെയാകുമ്പോ അവൻ ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. അല്ലാതെ ഇവിടെ കിടന്ന് ഒച്ചയെടുക്കണ്ട. എടാ, നിനക്കുണ്ടല്ലോ, നിന്നെ ഞാനുണ്ടല്ലോ പൊറുക്കി നായ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ ഇത്രയും നേരം ഫ്രണ്ടിന്റെ ചേച്ചിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. കുറച്ച് ഓവറായിട്ടാണല്ലോ സംസാരിക്കുന്നത്. പോടി പുറത്ത് എന്നുള്ള കാര്യം പറയാണ് ആന്റണി. എന്താടാ നീ പറഞ്ഞത്? പോടിയെന്നോ? നിന്നെ ഞാൻ ചെരുപ്പാര അടിക്കും, പൊറുക്കി നായ എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റണിക്ക് അരികിലേക്ക് അങ്ങ് ചെല്ലുവാണേ. എന്താടാ നീ പറഞ്ഞത്? ആരെ നോക്കിയിട്ടാടാ എന്താ നീ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് കൈ ഒങ്ങുന്നുണ്ട്. പക്ഷെ കൈ അങ്ങ് പിടിക്കാണ് കേട്ടോ. നീ ആരെ എടുത്താടാ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് രേവതി കൈ ഒങ്ങുന്നുണ്ട്. ആ കൈ പിടിക്കാണ്ട് എന്നിട്ട് രേവതി അങ്ങ് തള്ളിയിടുവാണ് കേട്ടോ. രേവതി ആണെങ്കിൽ പോയിട്ട് തലയടിച്ചിട്ട് തറയിൽ വീഴാണ് കേട്ടോ ചെയ്യുന്നത്. നീ എന്നെ അടിക്കാനാടാ, ഫ്രണ്ടിന്റെ ചേച്ചിയെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നേരം മിണ്ടാതിരുന്നത്. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റണി ദേഷ്യപ്പെടുമ്പോ നീ എന്നെ അടിക്കാൻ മാത്രം ആയിടാ എന്ന് ചോദിച്ചിട്ട് രേവതി വീണ്ടും അവന്റെ നേർക്ക് ചെല്ലുവാണേ.
അപ്പോഴേക്കും അവിടെയുള്ള ഒരുത്തൻ ആന്റണിയുടെ മേലേക്ക് വന്ന് അങ്ങ് വീഴുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ സച്ചിയാണ് അവനെ ഒരു ഒറ്റയടിക്ക് അവിടെ എത്തിക്കുന്നത്. എന്റെ ഭാര്യയ്ക്ക് നേർക്ക് നീ കയ്യോങ്ങിയടാ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് 3 ഉണ്ട് അവിടെ. 3 നന്നായിട്ട് കൊടുക്കുന്നുണ്ട് സച്ചി. പക്ഷെ അപ്പോഴേക്കും രേവതിയാണെങ്കിൽ പിടിച്ചങ്ങ് മാറ്റുവാണേ. നീ പെണ്ണിന്റെ മേലൊക്കെ കൈവയ്ക്കാൻ മാത്രമായോ? അല്ലെങ്കിൽ നീ അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുള്ളൂ? പെണ്ണുങ്ങള് ഒറ്റയ്ക്കുള്ള സമയത്ത് പോയിട്ട് കാശ് ചോദിക്കുന്നവരല്ലേ എടാ നീ? സച്ചേട്ട വീട്ടേക്ക് ഇവനെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പാപമായിട്ട് മാറും. അല്ല സച്ചേട്ടൻ എന്താ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോ അന്ന് മഹേഷിന്റെ അച്ഛന്റെ പിറന്നാളിന് നീ എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാ വന്നതെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അതുപോലെ നിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അമ്മയാണ് വിളിച്ച് എന്റെ അടുത്ത് കാര്യം പറഞ്ഞത്. അപ്പോഴേ എനിക്ക് അറിയായിരുന്നു എന്തിവിടെ സംഭവിക്കും എന്നുള്ള കാര്യം. നീ എന്തിനാണ് ഈ പൊറുക്കിന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നത്? ശരത്ത് ഇവൻ കാരണമാണ് നാശാവുന്നുള്ള കാര്യം രേവതി പറയുന്നത് കേട്ട ഉടനെ തന്നെ പിന്നെ അവൻ ചെറിയ കുഞ്ഞല്ലേ, അവന്റെ അറിവ് എവിടെ പോയി? ശരി വാ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ ഷോൾഡറിൽ ഇങ്ങനെ കൈവച്ച് പോകുന്ന സമയത്ത് സച്ചിയുടെ കയ്യിൽ ബ്ലഡ് ആവുന്നുണ്ട്. എന്താ നിന്നെ അവൻ അടിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇല്ല സച്ചിയുടെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സച്ചി അത് കേൾക്കാതെ ആന്റണിക്ക് അരികിലേക്ക് ചെല്ലുവാണെ. അടിച്ചു, നീ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ട് ആന്റണി അങ്ങ് റേസ് ആവുന്നുണ്ട്. സച്ചി 4 കൊടുക്കുകയും പോരാത്തതിന് അവന്റെ കൈ പിടിച്ച് തിരിച്ച് ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. രേവതി ഒരു വിധത്തിൽ സച്ചിയെ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോഴും സച്ചി പറയുന്നുണ്ട് എന്റെ ഭാര്യയുടെ മേൽ കൈവച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊല്ലുമെന്ന്. നിങ്ങൾ എന്തിനാ അവനെ കൊന്നിട്ട് ജയിലിൽ പോകാൻ വേണ്ടി നിൽക്കുന്നത്? ഇത് നോക്കടാ, ഇനി മേലെ നീ ശരത്തിന്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത്. സച്ചിയും പറയുന്നുണ്ട് ഇനി എന്റെ ഭാര്യയുടെ മേലോ ഇവളുടെ കുടുംബത്തിന് നേർക്കോ നീ വന്നാലുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടില്ല. രേവതി നീ വാ, നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് അവിടുന്ന് സച്ചി പോവാണ്. ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. വണ്ടിയിൽ നിന്ന് വീണു എന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ചെറിയ മുറിവാണ്, സ്റ്റിച്ച് ഇടേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ ഒരു സ്കാൻ എടുക്കണം. സ്കാൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ പ്രശ്നമാണോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ ഇല്ല, ഒരു ജസ്റ്റ് ഒരു ചെക്കപ്പ് മാത്രമാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. സിസ്റ്റർ വേഗം തന്നെ സ്കാൻ എടുക്കാനുള്ള കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോവാണ്. ഡോക്ടർ സിസ്റ്റർ അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം രേവതിക്ക് വേദന ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇല്ല. അല്ല സച്ചേട്ടൻ എന്തിനാണ് ഞാൻ വണ്ടിയിൽ നിന്ന് വീണു എന്നുള്ള കാര്യം പറഞ്ഞത്? പിന്നെ അല്ലാതെ ഒരുത്തൻ നിന്നെ അടിച്ച് താഴെ വീഴ്ത്തിയിട്ടെന്നുള്ളതാണ് പറയേണ്ടത്. പിന്നെ പോലീസ് കേസ് അങ്ങനെ വല്ലതൊക്കെ വരും. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ എന്തിനാണ്? അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാണ്ടിരുന്നത്. ഞാൻ ആലോചിക്കാതെ അവിടെ പോവാൻ വേണ്ടി പാടില്ലായിരുന്നു അല്ലേ സച്ചേട്ടാ എന്ന് രേവതി ചോദിക്കുമ്പോ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനാണ് പൊതുവെ ഒന്നും ആലോചിക്കാതെ എടിപിടിയുന്ന ഓരോ കാര്യങ്ങൾ പോയി ചെയ്യാ. ഇപ്പൊ നീയും എന്നെ പോലെ ആയി തുടങ്ങുവാണല്ലേ രേവതി? നീ എന്തിനാണ് രേവതി അവിടെ പോയിട്ട് വെറുതെ അടിയുണ്ടാക്കാനൊക്കെ നിന്നത്? ഇപ്പൊ നോക്കിയാലും ഞാനാണല്ലോ സച്ചേട്ടനെ ഉപദേശിക്കാറ്. ഇപ്പോ സച്ചേട്ടൻ എന്നെ ഉപദേശിക്കുന്നു. സച്ചേട്ടനും എന്നെ പോലെ ആയി തുടങ്ങുന്നെന്ന് പറയുമ്പോ അയ്യോ രേവതി വേണ്ട വേണ്ട, നീയായിട്ടും ഞാനായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് സേഫ്റ്റി. അത് കേട്ട് രേവതിയും സച്ചിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നുണ്ട്. തുടർന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് രേവതിയെ കൂട്ടിക്കൊണ്ടുപോവാണ് സിസ്റ്റർ. അതേസമയം രേവതിയുടെ ഫോണിലേക്ക് ലക്ഷ്മി വിളിക്കുന്നുണ്ട് കേട്ടോ. ഫോണ് സച്ചിയാണ് എടുക്കുന്നത്. സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് രേവതിയുടെ അടുത്തേക്ക് പോയോ എന്നുള്ള കാര്യം. ഭാഗ്യമാണ് അമ്മ എന്തായാലും കറക്റ്റ് സമയത്താണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട്. എന്താ സംഭവിച്ചത്? അമ്മ ടെൻഷൻ ആവരുത്, ഞാനൊരു കാര്യം പറയാം. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാണുള്ളത്. അയ്യോ എന്ത് പറ്റി സച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവണം കേട്ടോ ലക്ഷ്മി. അമ്മയെ പേടിക്കൊന്നും വേണ്ട. ആ ആന്റണി രേവതിയെ പിടിച്ചിട്ട് തള്ളി. സച്ചി നീ എന്തൊക്കെയാ പറയുന്നത്? അമ്മ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ട് തലയിൽ അടിപെട്ടിട്ടുണ്ട്, ചെറിയൊരു മുറിവ് മാത്രമാണ്. ഡോക്ടർ ഇപ്പൊ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് പറയും. അമ്മ ടെൻഷൻ ആവാതിരിക്കെ. എനിക്ക് എന്തായാലും രേവതിയെ ഇപ്പം തന്നെ കാണണമെന്ന് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ അമ്മ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാൻ